നമസ്കാരം. പ്ലാസൻ്റ അക്രീറ്റയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉള്ളിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പ്ലാസൻ്റ. അപ്പോൾ അതിന് ആദ്യം അറിയേണ്ടത് എന്താണ് പ്ലാസൻ്റ അക്രീറ്റ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. നോർമലി നമ്മുടെ യൂട്രസിന് 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യാം. ഉള്ളിലെ അതായത് നോർമലി ബ്ലീഡിങ് വരുന്ന പ്ലാസൻ്റ ഒട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഭാഗത്തിന് എൻഡോമെട്രിയം എന്ന് പറയും. അതിന് പുറത്ത് അതിന് ജസ്റ്റ് അടുത്തായിട്ട് മയോമെട്രിയം എന്ന് പറയുന്ന മസ്കുലർ ലെയർ ഉണ്ട്. അതായത് അത് ഫുൾ മസിലാണ്. അത് ചുരുങ്ങുമ്പോഴാണ് യൂട്രസിലെ പെയിൻ വരുന്നതും യൂട്രസിൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നതും എല്ലാം ആ മയോമെട്രിയം എന്ന് പറയുന്ന ഭാഗം ചുരുങ്ങുമ്പോഴാണ്. അതിന് പുറത്തൊരു ലെയർ ഉണ്ട്, പെരിമെട്രിയം. അപ്പോൾ നോർമലി നമ്മുടെ അല്ലെങ്കിൽ പ്ലാസൻ്റ മറുപിള്ള പോയി ഒട്ടിപ്പിടിക്കുന്നത് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഏറ്റവും ഉള്ളിലെ ഭാഗത്തിലാണ്. അത് മയോമെട്രിയത്തിലേക്ക് പോകാറില്ല. അത് കാരണം എന്ത് സംഭവിക്കും? ഡെലിവറി കഴിയുമ്പോൾ ഈ മയോമെട്രിയം ചുരുങ്ങുകയും അതിൻ്റെ കൂടെ എൻഡോമെട്രിയം ചുരുങ്ങുകയും എൻഡോമെട്രിയം ഷെഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ മറുപിള്ള തന്നെ സെപ്പറേറ്റ് ചെയ്ത് തന്നെത്താനെ പുറത്തോട്ട് കുഞ്ഞ് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ തന്നെ പുറത്തോട്ട് ഇറങ്ങി വരികയും ചെയ്യും. എന്നാൽ പ്ലാസൻ്റ അക്രീറ്റ എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? മറുപിള്ള എൻഡോമെട്രിയത്തിനേക്കാളും കടന്ന് ഒന്നുകിൽ മയോമെട്രിയവുമായി അറ്റാച്ച് ചെയ്യും. അതായത് മയോമെട്രിയത്തിൽ പോയി ഒട്ടിപ്പിടിക്കും. അതിനെ നമ്മൾ പ്ലാസൻ്റ അക്രീറ്റ എന്ന് പറയും. ഇനി അതും കഴിഞ്ഞ് മയോമെട്രിയത്തിൻ്റെ പോർഷൻ കുറച്ചുകൂടി ഇൻവേഡ് ചെയ്ത് അകത്തോട്ട് കയറി കഴിയുമ്പോൾ അതിന് നമ്മൾ പ്ലാസൻ്റ ഇൻക്രീറ്റ എന്ന് പറയും. പക്ഷെ ചില മറുപിള്ള അവിടെയും നിൽക്കില്ല. യൂട്രസ് മുഴുവനായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ചിലപ്പോൾ അതിന് പുറത്തോട്ടേക്ക് വരാം, ചിലപ്പോൾ അതിന് പുറത്തിരിക്കുന്ന മൂത്രസഞ്ചിയിലേക്കോ കുടലിലേക്കോ ഒക്കെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് കൂടുതലും വരുന്നതെന്ന് ചോദിച്ചാൽ ആവശ്യമായ രക്തഓട്ടം പ്ലാസൻ്റയ്ക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് കൂടുതലും ഈ പ്ലാസൻ്റ പുറത്തേക്കൊക്കെ ഇൻവേഡ് ചെയ്ത് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും: പ്ലാസൻ്റ അക്രീറ്റ, ഇൻക്രീറ്റ ആൻഡ് പെർക്രീറ്റ. അതായത് മയോമെട്രിയം എന്ന് പറയുന്ന മസിൽ ലെയറിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു, അതിനുള്ളിലേക്ക് കയറുന്നു, അതിനുള്ളിൽ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് യൂട്രസിൻ്റെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ? നമുക്ക് എത്രത്തോളം നമ്പർ ഓഫ് സിസേറിയൻ സെക്ഷൻസ് കൂടുമോ അത്രത്തോളം നമ്പർ ഓഫ് അഡ്ഹറൻറ്റ് പ്ലാസൻ്റ കൂടും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് എന്തൊക്കെ ചെയ്തവർക്ക് ഇത് വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആദ്യം പറയുന്ന കാരണം എന്ന് പറയുന്നത് മറുപിള്ള താഴെയാണെങ്കിൽ പ്ലാസൻ്റ അക്രീറ്റ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പ്ലാസൻ്റ പ്രീവിയ ഉള്ളവർക്ക് അഡ്ഹറൻറ്റ് പ്ലാസൻ്റ ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം താഴ്ഭാഗത്ത് പോകുമ്പോൾ എൻഡോമെട്രിയം അധികം ഇല്ല. അപ്പോൾ കൂടുതലും പെനിട്രേറ്റ് ചെയ്തിരിക്കുന്നത് മയോമെട്രിയത്തിലേക്കായിരിക്കും എന്നുള്ളതാണ്. 2, യൂട്രസിൽ മുന്നേ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ്, അത് ഏത് ടൈപ്പ് ഓപ്പറേഷനും ആയിക്കോട്ടെ, സിസേറിയൻ സെക്ഷൻ ആയിക്കോട്ടെ, ഈ ഫൈബ്രോയിഡ് മാറ്റുന്ന മയോമെക്ടമി പോലത്തെ സർജറീസ് ആയിക്കോട്ടെ, ഉള്ളിൽ ചെയ്യുന്ന ക്ലീനിങ് ആയിട്ട് ചെയ്യുന്ന DNC ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉള്ളിൽ കട്ടി കൂടുതൽ, അതായത് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ വരുമ്പോഴത്തേക്കിന് ഉള്ളിൽ കരിച്ച് കളയുന്ന ഒരു സംഭവമുണ്ട്, അതാണ് എൻഡോമെട്രിയൽ അബ്ലേഷൻ. അതായിക്കോട്ടെ, ഇനി ഒരു ഡെലിവറി കഴിഞ്ഞു, പ്ലാസൻ്റ മറുപിള്ള തന്നെ സെപ്പറേറ്റ് ചെയ്ത് വന്നില്ല, ഉള്ളിൽ കൈയിട്ട് ഡോക്ടറിന് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു, അതിനെ മാനുവൽ റിമൂവൽ ഓഫ് പ്ലാസൻ്റ എന്ന് പറയും. അത് ഉള്ളവരാണെങ്കിലും പ്ലാസൻ്റ അക്രീറ്റ അടുത്ത പ്രാവശ്യം ഈ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ, അതായത് ബ്ലീഡിങ് അമിതമായി വരുന്ന സിറ്റുവേഷൻസിൽ യൂട്രസിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഇട്ട് നമ്മൾ അതിനെ യൂട്രൈൻ ആർട്ടറിയിലെ രക്തം കട്ട പിടിപ്പിക്കുന്ന ഒരവസ്ഥ, അത് ചെയ്തവരാണെങ്കിൽ പോലും നമുക്ക് പ്ലാസൻ്റ അക്രീറ്റ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇത് കാരണം എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞാൽ, അതായത് കുഞ്ഞ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാലും മറുപിള്ള സെപ്പറേറ്റ് ചെയ്ത് വരില്ല. മറുപിള്ള ഒരു രീതിയിലും മയോമെട്രിയം എന്ന് പറയുന്ന പോർഷനിൽ നിന്നോ അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് കയറിയിരിക്കുന്ന പോർഷനിൽ നിന്നോ മറുപിള്ളയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് തന്നെ വരാനോ കഴിയില്ല. അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അത് കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ യൂട്രസ് തന്നെ എടുത്ത് മാറ്റേണ്ടി വരും, ചിലപ്പോൾ എന്നല്ല മിക്കവാറും കേസസിൽ നമുക്ക് യൂട്രസ് എടുത്ത് മാറ്റേണ്ടി വരുന്ന അവസ്ഥയാണ് വരാറ്. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള പേഷ്യൻസ് എപ്പോഴും ഒരു നല്ല ബ്ലഡ് ബാങ്ക് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണം. ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ സ്കാൻ വഴിയാണ് മെയിൻലി ഡയഗ്നോസ് ചെയ്യുന്നത്. അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് MRI ചെയ്യാം. ഒരു 30-32 ആഴ്ചയാകുമ്പോഴാണ് MRI ചെയ്യുക. MRI ചെയ്ത് പ്ലാസൻ്റ അക്രീറ്റ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്ത് സിസേറിയൻ ചെയ്യും. കാരണം എമർജൻസി ആയിട്ട് ഇങ്ങനത്തെ പേഷ്യൻസ് പെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് യൂട്രസ് എടുത്ത് മാറ്റാനും അല്ലെങ്കിൽ അത്രത്തോളം മൂത്രസഞ്ചിയിലേക്കൊക്കെ കയറി ഇരിക്കുകയാണെങ്കിൽ മൂത്രസഞ്ചിയൊക്കെ തുന്നി പിടിപ്പിക്കാനും അതിനുള്ള ഓപ്പറേഷൻ ചെയ്യാനും യൂറോളജിസ്റ്റ് പോലുള്ള സർജൻസ് ആവശ്യമാണ്.
അപ്പം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആവണം എന്നില്ല എമർജൻസി ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുഞ്ഞിനെ നേരത്തെ ലങ് മെച്യൂരിറ്റി വരാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കുഞ്ഞിന് കൊടുത്തതിന് ശേഷം ഒരു 35-36 ആഴ്ചയോടുകൂടി പ്ലാൻ ചെയ്ത് സിസേറിയനായിട്ട് ചെയ്യും. കുഞ്ഞിനെ പുറത്തെടുത്ത ഉടനെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. മറവിള്ള സെപ്പറേറ്റ് ചെയ്യാൻ നോക്കില്ല, കാരണം അത്രത്തോളം ബ്ലീഡ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു സർജറീസ് വന്നിട്ടുണ്ട്. അതായത് പാർഷ്യൽ മയോമെട്രിയൽ റിസെക്ഷൻ. അതായത് എവിടെയാണോ മേൽഭാഗത്തൊക്കെ ആണെങ്കിൽ എവിടെയാണോ മറവിള്ള ഒട്ടിയിരിക്കുന്നത് ആ പോർഷൻ മൊത്തത്തിൽ യൂട്രസിൻ്റെ ഭാഗം മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള യൂട്രസ് തുന്നി പിടിപ്പിക്കുക എന്നുള്ളത്. അത് ഫസ്റ്റ് ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, കുഞ്ഞിന് ഇനി പെൺകുട്ടിക്ക് ഇനിയും വീണ്ടും യൂട്രസ് ആവശ്യമാണ്, പ്രസവിക്കാൻ ആവശ്യമാണ് എന്നൊക്കെ ഉള്ള ഒരു വരുന്ന സിറ്റുവേഷൻസിലും അത്രയും സിവിയറായിട്ട് മൂത്രസഞ്ചിയിലേക്കോ കുടലിലേക്കോ ഇൻവേഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷൻസിലുമാണ് നമുക്കത് നടക്കുക എന്നുള്ളത്. അല്ലാത്തവർക്ക് എല്ലാവർക്കും യൂട്രസ് എടുത്ത് മാറ്റുന്ന സർജറി തന്നെ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഡേഞ്ചർ എന്ന് ചോദിച്ചാൽ എത്രത്തോളം നമ്പർ ഓഫ് സിസേറിയൻ കൂടുന്നോ അത്രത്തോളം, അല്ലെങ്കിൽ എത്രത്തോളം സർജറി യൂട്രസിൽ ചെയ്യുന്നോ അത്രത്തോളം ഈ പ്ലാസെൻ്റ അക്രീറ്റ വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.